ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു 4 മണി പലഹാരമാണ്. നല്ല സ്പൈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് 1 കപ്പ് പച്ചരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായി 1/2 കപ്പ് ഉഴുന്ന് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഉഴുന്ന് പരിപ്പ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വരാം. ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നോർമൽ വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനി ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് സോക്കായിട്ടുണ്ട്. 7 മണിക്കൂർ കഴിഞ്ഞു. ഇതിനി നമുക്ക് അരച്ചെടുക്കാം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, ഞാൻ സോക്ക് ചെയ്തിട്ടുള്ള വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തതായി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അവിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് അരച്ചെടുക്കാം. ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്, നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ജാർ വാഷ് ചെയ്ത വാട്ടർ കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് നമുക്ക് ഒരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പോൾ 8 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിത് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു ചെറിയ സവാള, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10 കാന്താരി മുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഈ കാന്താരി മുളകിന് പകരം നിങ്ങൾക്ക് സാധാ പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി ഈ ഉണ്ണിയപ്പ പാത്രത്തിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അതിനായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി. ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് ബാറ്റർ ചേർത്ത് കൊടുക്കാം. സ്ലോ ഫ്ലെയിമിലായിട്ട് വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഇതൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്പൈസി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണിത്. നല്ല ടേസ്റ്റിയുമാണ്. ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ നമ്മുടെ ഈ സ്പൈസി ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതും ഇങ്ങനെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് കളറ് മാറി വന്നതിന് ശേഷം തിരിച്ചിട്ടും മറിച്ചിട്ടും ഇട്ട് കുക്കാക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്പൈസി ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ
ഞാനിത് എങ്ങനെയാണ് ഇതിൻ്റെ ഉൾവശം എന്ന് കാണിച്ചു തരാം. കട്ട് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഇതിപ്പോൾ ഉള്ളു കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. നല്ല അരക്കെ വീണ് നല്ല കറക്റ്റായിട്ടുള്ള ഒരു ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.